നമ്മുടെ കേരളത്തിൽ വിഷവിത്ത് മുളച്ചുണ്ടായ വിശകലക്ക് മുസ്ലിങ്ങളെ കണ്ടാലും അവരുടെ പേര് കേട്ടാലും ചൊറിഞ്ഞു പൊങ്ങും. ഇനി അവരെങ്ങാനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലോ? കോണകത്തിനകത്ത് പുലിനുറുമ്പ് കയറിയാലുള്ള അവസ്ഥയാവും. പിന്നെ നിക്കക്കളി ഉണ്ടാവില്ല. കേരളത്തിൽ UDF ചരിത്രത്തിലധികമായി ഇതുവരെ ആരും നടത്ത ഒരു വിജയം നേടി. 102 സീറ്റിന്റെ വിജയം. നാട്ടുകാർ ഇങ്ങനെയൊരു വിജയം വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ശപിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വരുമെന്ന ചില നിഗമനങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടിയും തുടങ്ങി. അതിനിടയിൽ ആരോ മുഖ്യമന്ത്രി പദത്തിലേക്ക് ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പേര് വലിച്ചിട്ടു. അത് കേട്ടയുടനെ വിശകലക്ക് കുരുപൊട്ടി. വിശകലയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്ത്യനല്ലെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്നും അഥവാ ആയാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് തികഞ്ഞ ഹിന്ദുത്വവാദിയും ഇന്ത്യക്കാരിയുമായ വിശകല പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയ അതേ തീവ്ര മുസ്ലിങ്ങളുടെ ബാക്കിയാണ് കുഞ്ഞാലിക്കുട്ടി എന്നാണ്. അതേ തീവ്രവാദികളായ മുസ്ലിങ്ങളുടെ അതേ ചോര പേറുന്ന തീവ്ര മുസ്ലിം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി എന്നാണ് വിശകല പറയുന്നത്. എന്നാൽ വിശകല മറന്നുപോയൊരു കാലമുണ്ട്. അത് 1979 അന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയ എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. 1979 ഒക്ടോബർ 12 മുതൽ ഡിസംബർ 1 വരെ മാത്രമാണ് CH കേരളത്തിലെ മുഖ്യമന്ത്രിയായതെങ്കിലും അങ്ങേര് ലീഗുകാരനും മുസ്ലിമുമായിരുന്നു. അന്നും കേരളത്തിൽ വിരലെണ്ണാവുന്ന RSSകാർ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അല്പം കൂടുതലും ഉണ്ടായിരുന്നു. എന്നിട്ടും CHന്റെ രോമത്തിൽ ഒരു ഹിന്ദുത്വവാദിയും തൊട്ടില്ല. ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളുടെ കൂടെ തന്നെയാണ് ഹിന്ദുത്വവാദികളും ജീവിച്ചത്. അവർക്കൊന്നും ഒന്നും തന്നെ സംഭവിക്കുകയും ചെയ്തില്ല. അതിനുശേഷം നിരവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയും വ്യവസായ മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയായും മുസ്ലിം ലീഗുകാരായ മുസ്ലിം മന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നു. അന്നും ഒരു ദുരന്തവും ഹിന്ദുക്കൾക്ക് മാത്രമായി ഇവിടെ സംഭവിക്കുകയോ അവരെ മാറ്റി നിർത്തി മറ്റാർക്കെങ്കിലും മാത്രമായി എന്തെങ്കിലും നേട്ടമുണ്ടാകുകയോ ചെയ്തില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അധികാരം കിട്ടി മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി റിസൾട്ട് വന്ന ഉടനെ പറഞ്ഞത് എന്തായിരുന്നു നാം കേട്ടതാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾക്കായി താനൊന്നും ചെയ്യില്ലെന്നും തന്റെ പ്രവൃത്തികൾ മുഴുവൻ ഹിന്ദുക്കൾക്കായിരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതേ മതഭ്രാന്തിന്റെ പേരിൽ ഏതെങ്കിലും ജനതയെ ഒറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഒരു മുസ്ലിം ഭരണാധികാരിയും തയ്യാറാവില്ല. അതിന് തെളിവാണ് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ വ്യവസായികളായ ഹിന്ദുക്കളാരും പ്രത്യേകിച്ച് BJPയും RSSകാരും ഒക്കെ ആയ വ്യവസായികൾ നാട് വിട്ടുപോവുകയോ അവരുടെ വ്യവസായശാലകൾ അടച്ചുപൂട്ടുകയോ ചെയ്തില്ല. അതുപോലെ തന്നെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായതുകൊണ്ട് ഏതെങ്കിലും ഹിന്ദുവോ പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളോ പഠിക്കാതിരിക്കുകയോ അധ്യാപകർ പുതുതായി ഉണ്ടാവാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ലീഗ് കൈകാര്യം ചെയ്ത ഓരോ വകുപ്പും. എന്തിനേറെ 2-3 NDA സർക്കാരുകളിൽ മുസ്ലിങ്ങൾ മന്ത്രിമാരായിട്ടുണ്ട്. വാജ്പേയി സർക്കാരിലും മുസ്ലിം മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടൊന്നും തേഞ്ഞൊട്ടാത്ത ഇന്ത്യയുടെ ആത്മാഭിമാനവും മന്ദസ്സും ഇപ്പോൾ കേരളത്തിൽ മാത്രം തേഞ്ഞൊട്ടുന്നത് എങ്ങനെയാണ്? അതോ മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുന്നതിൽ മാത്രമാണോ ഈ തെറ്റുകളുള്ളത് എന്നറിയില്ല. ഇന്ത്യ 1000-നടുത്ത് വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അന്നും ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു ഇന്ത്യയിൽ. എന്നിട്ട് ആ ഭരണത്തിൽ പങ്കാളികളാവുകയും ആ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ കൊല്ലാൻ കുറുവടിയും തൃശൂലവുമായി നടക്കുന്നവർ. അന്നാവമായിരുന്നു മുസ്ലിം ഭരണാധികാരികൾക്ക് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ. അന്നവർ ഈ രാജ്യത്തെ സംസ്കാരവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അന്നവർക്ക് അടിച്ച അമർത്താമായിരുന്നു ഹിന്ദു സമൂഹത്തെ, തല്ലി തകർക്കാമായിരുന്നു മുഴുവൻ സംസ്കാരത്തെയും. അതുമുണ്ടായില്ല. ഇന്നും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ വേട്ടക്കാരായിരുന്നില്ല എന്നത് തന്നെയാണ്. അവരുടെ ചോര ബാക്കി നിൽക്കുന്ന മുസ്ലിങ്ങളാണ് ഇന്നുള്ളതെങ്കിൽ ഭയപ്പെടേണ്ടത് ഇന്നിവിടെ ബാക്കിയുള്ള മുസ്ലിങ്ങൾ തന്നെയാണ്.
മനുഷ്യരെ മതത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന തീവ്രവാദികളുടെ ഇടയിൽ ജീവിക്കുന്നത്. ഇവിടെ ശശികല കുഞ്ഞാലിക്കുട്ടിയെയോ മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങളെയോ മാത്രമല്ല ആക്ഷേപിക്കുന്നത്, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയുമാണ്. ഇന്ത്യയല്ല, ലോകത്ത് ആഫ്രിക്ക ഒഴിച്ച് ബാക്കിയുള്ള ഒരിടത്തും മനുഷ്യന് ഇത് എൻ്റെ രാജ്യം മാത്രമാണെന്ന് പറയാൻ അവകാശമില്ല. കാരണം എല്ലാവരും കുടിയേറി പാർത്തവർ തന്നെയാണ്. വന്ന കാലഘട്ടത്തിന്റെ പഴക്കത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടാകൂ. ആ നിലക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാൽ അംഗീകാരമില്ല എന്ന് തിട്ടൂരമിറക്കാനുള്ള പ്രാമാണിത്വമൊന്നും ശശികലയ്ക്കില്ല. കുഞ്ഞാലിക്കുട്ടിക്കും കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ലഭിക്കാത്ത ഒരു അധികാരാവകാശങ്ങളും ഒന്നും തന്നെ ശശികലയ്ക്കുണ്ടെന്ന് സമ്മതിക്കാൻ ആർജവും ആത്മവിശ്വാസവുമുള്ള മുസ്ലിങ്ങൾക്കും കഴിയില്ല. കഴുത്തിന് മീതെ തലയുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് തരികയുമില്ല. ഈ സ്ത്രീ തന്നെ ഇതേ വീഡിയോയിൽ ആങ്കറുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്, കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നയാളുടെ ലിംഗമോ മതമോ ജാതിയോ ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന്. കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നൊക്കെ എനിക്ക് അങ്ങനെ ഈ മുഖ്യമന്ത്രിക്ക് വലുതാ മറ്റേ ജാതി മതം ഇതൊന്നും പറയുന്നത്. ഈ പറഞ്ഞ അതേ നാവ് കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിലും ഈ മനുഷ്യരൂപം കൊണ്ട് ആ രാക്ഷസഭാവമുള്ള സ്ത്രീയുടെ സമ്മതം കേരളത്തിൽ ആർക്കാണ് വേണ്ടത്? ഈ സ്ത്രീ തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, മുസ്ലിമിനോടും ക്രിസ്ത്യാനികളോടും എനിക്ക് എതിർപ്പൊന്നുമില്ലെന്നും അവർ യഥാർത്ഥ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായി ജീവിച്ചാൽ മതിയെന്നും. എന്നാൽ ഞങ്ങൾക്കും പറയാനുള്ളത് അത് മാത്രമാണ്, ശശികലയെ പോലുള്ളവർ യഥാർത്ഥ ഹിന്ദുവായി ജീവിച്ചാൽ തീരാവുന്ന വിഷയമേ ഈ ഇന്ത്യയിലുള്ളൂ എന്ന്. മഹാ ഉപനിഷത്തിലും ഹിതോ ഉപനിഷത്തിലും കാണുന്ന പുരാതന ഭാരതീയ ദർശനങ്ങളിൽ ഒരു സൗന്ദര്യവത്തായ സങ്കല്പമുണ്ട്. അയം നിജപരോ വേദിഗണനാലകുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടാൽ തീരുന്ന വിരശല്യമേ ശശികലയ്ക്കുള്ളൂ. ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബമാണ് എന്ന മാനവിക ദർശനത്തിലേക്ക് നമ്മൾ ഒതുങ്ങിയാൽ തീരാവുന്നതേ ശശികലയ്ക്കുള്ളൂ. ജാതി മതം ഭാഷ രാജ്യം തുടങ്ങിയ വേർതിരിവുകൾക്ക് അപ്പുറം എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒത്തൊരുമയോടെ കഴിയണമെന്ന പൊരുളറിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ഒഴിഞ്ഞ് ശശികലയും ഒരു യഥാർത്ഥ ടീച്ചറായി മാറും.